നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതി രാഹുലിനെ സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ശരത് ലാലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഈ മാസം 31 മാറ്റി. കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. പോലീസ് റിപ്പോർട്ടിനായാണ് ഹർജി മാറ്റിയത്. രാഹുലിനെ സഹായിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ ശരത് ലാലിനെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. കേസിൽ പെൺകുട്ടി കോഴിക്കോട് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റിന് മുന്നിൽ കഴിഞ്ഞ ദിവസം രഹസ്യമൊഴി നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ ഫോൺ വഴി ബന്ധപ്പെടാൻ ശ്രമിച്ചതായും പെൺകുട്ടിയുടെ പിതാവ് പറയുന്നു. പ്രതിയെ തിരികെ എത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. രാഹുൽ പി ഗോപാലിന്റെ അമ്മ ഉഷാകുമാരിയും സഹോദരിയും മുൻകൂർ ജാമ്യം തേടിയതായി റിപ്പോർട്ടുകളുണ്ട്. ഇരുവരും കോഴിക്കോട് ജില്ലാ കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകിയത്. രാഹുലിന്റെ അമ്മയ്ക്കും സഹോദരിക്കുമെതിരെ സ്ത്രീധന പീഡന കുറ്റം ചുമത്തുമെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തുവന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചത്. ഉഷാകുമാരി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണെന്നും വിവരമുണ്ട്. ഉഷയോടും മകളോടും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് കാണിച്ച അന്വേഷണ സംഘം നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ഇവർ ഹാജരായിരുന്നില്ല. അതേസമയം രാഹുലിനെ കണ്ടെത്താനായി ഇന്റർപോളിന്റെ സഹായത്തോടെ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. രാഹുൽ ജർമ്മനിയിലേക്ക് കടന്നെന്ന പരാതിക്കാരിയുടെ കുടുംബം ആരോപിച്ചിരുന്നു. കൂടാതെ രാഹുൽ ജർമ്മനിയിലെത്തിയെന്ന സുഹൃത്ത് രാജേഷും മൊഴി നൽകിയിട്ടുണ്ട്. ബംഗളൂരു വഴി വിദേശ രാജ്യത്തേക്ക് പോയതായി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിരുന്നു. രാഹുലിന് രാജ്യം വിടാനുള്ള ബുദ്ധി ഉപദേശിച്ചത് പോലീസ് ഉദ്യോഗസ്ഥനായ ശരത് ലാലാണ്. പോലീസിന്റെ കയ്യിൽപ്പെടാതെ ബംഗളൂരുവിലെത്താനുള്ള മാർഗങ്ങൾ ഈ പോലീസുകാരനാണ് രാഹുലിന് പറഞ്ഞുകൊടുത്തത്. രാജേഷിനും ശരത് ലാൽ സഹായങ്ങൾ നൽകിയിരുന്നു എന്ന് പറയുന്നു. നവവധുവും കുടുംബവും പരാതി നൽകാനെത്തിയപ്പോൾ പോലീസുകാർ പ്രതിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചെന്ന ആരോപണമുയർന്നിരുന്നു. സംഭവത്തിൽ 3 പോലീസുകാർക്ക് മെമ്മോ നൽകിയിരുന്നു. കൂടാതെ SHOയെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. രാഹുൽ ജർമ്മൻ പൗരനാണെന്ന ഉഷാകുമാരിയുടെ വാദം പോലീസ് നേരത്തെ തള്ളിയിരുന്നു. ഇയാൾ ഇപ്പോഴും ഇന്ത്യൻ പാസ്പോർട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. രാഹുലിന്റെ ബാങ്ക് അക്കൗണ്ടും നേരത്തെ മരവിപ്പിച്ചിരുന്നു. ഇയാളുടെ വിദേശത്തുള്ള അക്കൗണ്ട് മരവിപ്പിക്കാനുള്ള ശ്രമവും തുടങ്ങിയെന്നാണ് വിവരം. മെയ് 5-ന് ഗുരുവായൂരിൽ വെച്ചായിരുന്നു രാഹുലിന്റെയും കൊച്ചി സ്വദേശിനിയുടെയും വിവാഹം. 11-നാണ് യുവതിയെ പ്രതി ക്രൂരമായി മർദ്ദിച്ചത്. രാഹുൽ കോട്ടയം സ്വദേശിയാണ്. കോഴിക്കോട് താമസിക്കാൻ തുടങ്ങിയിട്ട് അധിക നാളായിട്ടില്ലെന്നാണ് വിവരം. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.